ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. നിർമ്മാണം പൂർത്തിയാക്കിയ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് മൂത്തേടത്തുപടി കനാൽ റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എസ്റ്റിമേറ്റും എടുത്തു കഴിഞ്ഞു. ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ കുടിവെള്ളം വിതരണം ചെയ്യേണ്ടതിൻ്റെ ജല അതോറിറ്റിയാണ്, വാട്ടർ അതോറിറ്റിയാണ്. ആ വാട്ടർ അതോറിറ്റി അവിടെ ഒരു പകരം ഇപ്പോൾ മോട്ടർ എടുക്കുന്ന സന്ദർഭത്തിൽ അത് താഴോട്ട് പോയി എന്നും അത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രയാസമാണെന്നും പുതിയ മോട്ടർ വെക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുത്തിട്ടുണ്ട് സഹായം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു പകരം മോട്ടർ ഇല്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും ബൈസ്റ്റാൻഡറായിട്ടോ ഒരു ഒന്നിന് പകരം മറ്റൊന്നോ എന്നുള്ള നിലയ്ക്ക് വേണ്ടതാണ്. പക്ഷെ അതുപോലും ചെയ്യാനായിട്ട് നമുക്ക് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളതിനും എന്ത് ചെയ്തു, വാട്ടർ അതോറിറ്റി അധികൃതരുമായിട്ട് സംസാരിച്ച് ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാൾവ് ക്രമീകരിച്ചുകൊണ്ട് വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ സന്ദർഭങ്ങളിൽ വീടിൻ്റെ ഒരു പ്രയാസം നിറഞ്ഞ മുഖങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനൊക്കെ റോഡിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു പരിധി വരെ, ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ റോഡുകൾ സ്ഥിരമായിട്ട് നന്നാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മറ്റേ അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4ാം വാർഡിൽ കുത്താമ്പള്ളി മായനൂർ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭമാകുമ്പോഴേക്കും അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ ആ സ്ഥലമൊക്കെ കയ്യേറ്റം ഒഴിപ്പിച്ച്, ഒരു പരാതിയില്ലാത്ത രീതിയിലാണ് ആളുകൾ നമ്മളോട് സഹകരിക്കുന്നത്. അവിടെ കയ്യേറ്റം ഒഴിപ്പിച്ച് നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഷെഡും മറ്റും നന്നാക്കി ടേക്ക് എ ബ്രേക്ക് പരിപാടി നടക്കുകയാണ്. അവിടെ വരുന്ന കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മായനൂർ കാവിലേക്ക് പോകാൻ പാകത്തിൽ ഇപ്പോൾ ഒരു പുതിയ റോഡ് തന്നെ നമ്മൾ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം നടക്കും. അവിടെ റോഡ് തന്നെ പണിതു. അപ്പം നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, സുദേവൻ ഇവിടെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തതുപോലെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മായനൂർ കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആ പാലം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മൂത്തേടത്ത് ശേഖരത്തിൽ നിവാസികളുടെയും ഭൂതാം നഗർ നിവാസികളുടെയും ഏറെക്കാലത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് 140 മീറ്റർ റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായി. നമ്മുടെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് UP സ്കൂളാണ്. അവിടേക്ക് അടിസ്ഥാന സൗകര്യമായ ബാത്റൂമുകൾ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് അവിടേക്ക് ഒരു അസംബ്ലി ഹാള് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അതുമാതിരി അടുക്കളയുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാതിരി നമുക്ക് ഒരു സബ് സെൻറ്റർ നമ്മുടെ വാർഡിലാണ്. അത് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മൈൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിപ്രായങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും കലർത്താതെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അപേക്ഷകൾ വെച്ച മുഴുവൻ അർഹതപ്പെട്ട ആളുകൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് റിപ്പയറിന് വീടുകൾ വയ്ക്കാൻ ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. 14ാം വാർഡ് മെമ്പർ രാജേഷ്, പ്രദേശവാസികളായ സജി, ഷിജു പാലാഴി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പറായിട്ട് നമ്മുടെ വാർഡിലേക്ക് വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു പുരോഗമനമാണ് ആളുണ്ടാക്കിയിരുന്നത്. അത് നല്ല വർക്കാണ്. പോരാത്തതിന് ഒരു ജനപ്രതിനിധി എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആൾക്കുണ്ട്. അതാണ് എന്താ വെച്ചപ്പോൾ ഞങ്ങളുടെ വാർഡിൽ നടക്കാത്ത ഒരുപാട് കാലമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് ആൾ മെമ്പറായതിനു ശേഷം ചെയ്തത്. അതിൽ ആളെയൊക്കെ നമുക്ക് നല്ല ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയും ആളെന്നെ നിന്ന് മത്സരിക്കുകയാണെന്ന് വെച്ചാൽ ആളിനെ ജയിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരും താല്പര്യം. റൈറ്റ് വിഷൻ ന്യൂസ്, കൊണ്ടാഴി. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.